സമിതി ഇപ്പം ഒരു MLA ആണല്ലോ, പാലക്കാടായിരുന്നു, അത് കഴിഞ്ഞ് ഒരു ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. അപ്പം പോലീസ് സംവിധാനങ്ങൾ ഇപ്പം തിരുവനന്തപുരം ഭരണസിരാ കേന്ദ്രമാണ്, മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട വിഷയമാണ്, ആ മുഖ്യമന്ത്രിക്കാണ് പരാതി കൊടുത്തത്. എന്നിട്ട് എന്തുകൊണ്ട് രാഹുലിലേക്ക് എത്താൻ കഴിയുന്നില്ല? ഇപ്പൊ ഫോൺ ഓഫ് ആക്കിയാലൊക്കെ നമ്മുടെ സംവിധാനങ്ങൾക്ക് പിടികൂടിക്കൂടെ? അതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ഈ മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ച ശേഷം ഇതിനകത്ത് എങ്ങനെ ക്രൈം രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അത് വലിയ ഒരു ചർച്ചകൾക്കൊക്കെ ശേഷമാണ് അതിനകത്ത് ചില തീരുമാനങ്ങളിലേക്ക് എത്തിയത്. കാരണം നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ടൊരു FIR രജിസ്റ്റർ ചെയ്തത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ്. അതിനുശേഷം അതിനൊരു SIT ക്രൈംബ്രാഞ്ചിലാണ് രൂപീകരിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെയും ഇപ്പോൾ പരാതിയുമായി വന്ന പെൺകുട്ടിയെയും കണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ അവർ മൊഴി നൽകാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഈ പരാതിയുമായ പെൺകുട്ടി നേരെ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് വരുമ്പോൾ ആ പരാതി ക്രൈംബ്രാഞ്ച് മേധാവിക്ക് തന്നെയാണ് മുഖ്യമന്ത്രി കൈമാറിയത്. പക്ഷേ അത് ഇപ്പോൾ നിലവിൽ കേസ് അന്വേഷിക്കുന്ന SITക്ക് നൽകണമോ, അതിൻ്റെ നിയമപരമായ നിലനിൽപ്പുണ്ടോ, അതല്ല എങ്ങനെയാണ് അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ എന്നൊക്കെയുള്ള കാര്യം പരിശോധിച്ചപ്പോൾ പെൺകുട്ടി താമസിക്കുന്നത് നെടുമങ്ങാട് പരിധിയിലാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ ഈ പോലീസ് സ്റ്റേഷൻ വരുന്ന പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വലിയമല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIR. മൊഴി റൂറൽ SP എടുത്തു. അതിനുശേഷം ക്രൈം നടന്നിരിക്കുന്നത് തൃക്കണ്ണാപുരത്താണ്. അപ്പോൾ തൃക്കണ്ണാപുരം നേമം പോലീസ് സ്റ്റേഷൻ, അതായത് തിരുവനന്തപുരം സിറ്റി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലേക്കാണ്. അപ്പോൾ ആ FIR നേമത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ റൂറൽ പോലീസിൻ്റെ പരിധിയിലുണ്ടായിരുന്ന കേസ് സിറ്റിയിലേക്ക് വന്നു. സിറ്റിയിൽ ഇന്നലെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കേണ്ടിയിരുന്നത്. അപ്പോൾ തുടക്കത്തിൽ അന്വേഷണത്തിൽ കുറച്ച് താമസം നേരിട്ടു. കാരണം ഈ പ്രസിഡന്റ് വരുന്നതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളുടെ യോഗമായിരുന്നു ഇന്നലെ. അപ്പോൾ DCPയും സിറ്റി പോലീസ് കമ്മീഷണറും സിറ്റിയിലെ മുഴുവൻ ഉദ്യോഗസ്ഥരുമൊക്കെ ആ മീറ്റിംഗിൽ പങ്കെടുക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനിടയിലൂടെയാണ് ഈ ലുക്കൌട്ട് നോട്ടീസും ലുക്കൌട്ട് സർക്കുലറും അതിനൊപ്പം തന്നെ രാഹുലിനെ കണ്ടെത്താനുള്ള അന്വേഷണ സംഘത്തെ വിമാനത്താവളങ്ങളിലും എല്ലായിടത്തും ലുക്കൌട്ട് നോട്ടീസ് വിളിച്ചു. പക്ഷേ ഇവിടെ വന്നത് മാത്രം അറിഞ്ഞില്ല. അതിനൊപ്പം തന്നെ എനിക്ക് തോന്നുന്ന ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലെ ഈ വാദങ്ങളിലും ഒക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇതിൻ്റെ രാഹുൽ ഉന്നയിക്കുന്നത് എത്രത്തോളം സാധുതയുണ്ട് എന്നുള്ള കാര്യത്തിൽ. കാരണം ആ പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്ന കാര്യങ്ങളല്ല രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇനി കോടതിയിൽ വരുമ്പോൾ വിശദമായ ഒരു വാദത്തിലേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും രാഹുൽ തിരുവനന്തപുരത്ത് പോലീസിൻ്റെ കണ്ണുവെട്ടിച്ചെത്തി. അതിനുശേഷം ഈ തിരുവനന്തപുരത്ത് സിറ്റി പോലീസ് അന്വേഷിക്കുന്ന പരിധിയിൽ തന്നെ എവിടെയോ ഒളിവിലിരിപ്പുണ്ട്. പാർട്ടിയെ CPM എന്ന പാർട്ടിയെ സംബന്ധിച്ചും ഇതൊരു തെരഞ്ഞെടുപ്പ് സമയമാണ്. പോരാത്തതിന് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അവർ വളരെ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം ആ ചർച്ചകളിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ കഴിയും. ഇത് എത്രത്തോളം രാഹുലിനെ ഇത് ചർച്ച ചെയ്യുന്നു അത്രയും സ്വാഭാവികമായും അവരെ സംബന്ധിച്ച് വലിയ അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ടൊന്ന് മെല്ലെ മതി എന്ന്, അല്ലെങ്കിൽ കോടതിയിലേക്ക് മുൻകൂർ ജാമ്യാപേക്ഷ എത്തുന്നവരെ കാത്തു നിൽക്കാമെന്നാണോ? അത് രാഷ്ട്രീയമായ തീരുമാനം ഇതിനകത്ത് എത്രത്തോളം ഇൻവെസ്റ്റിഗേഷനിൽ വരും എന്നുള്ള കാര്യം അറിയത്തില്ല. കാരണം മുഖ്യമന്ത്രിക്ക് നൽകിയൊരു പരാതിയിൽ പെട്ടെന്ന് ആക്ഷൻ എടുക്കുക എന്നുള്ളത് പോലീസിൻ്റെ ഒരു ധർമ്മമാണല്ലോ. അപ്പോൾ അവരത് അന്വേഷണം എന്തായാലും നടത്തുന്നുണ്ടാവും. അപ്പോൾ പ്രതിയെ എപ്പോൾ പിടിക്കണം എന്നുള്ളത് ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് തീരുമാനിക്കുന്നത്. അവരതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവർക്ക് അറസ്റ്റ് ചെയ്യാതെ ഈ കേസിൻ്റെ ഒരടി പോലും മുന്നോട്ട് പോകത്തില്ല. കാരണം എവിഡൻസ് എല്ലാം കളക്ട് ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലുള്ള ഫോണിൽ നിന്ന്. അതിനു മുമ്പ് ശബരിമല പറഞ്ഞുകൊണ്ടൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ആൾക്കാർ നമ്മളുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നതോടുകൂടി ശബരിമല അങ്ങ് ഡിമ്മായി പോയത്, ശബരിമല മറഞ്ഞു പോയോ, വാർത്തയൊന്നും വരുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തി. ഇനി കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കേണ്ട തിരക്കിലാണ് ഉദ്യോഗസ്ഥർ. അപ്പോൾ പുതിയ ചോദ്യം ചെയ്യലോ പുതിയ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്ന അത്തരം നടപടികളൊന്നും നടക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, അതീവ രഹസ്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പോൾ അത്രയും ഗോപ്യമായിട്ടാണ് അവർ ഈ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട് ഡെവലപ്മെന്റ്സ് ഉണ്ടാകാത്തത്. ഡെവലപ്മെന്റ്സ് ഉണ്ടാകും എന്നാണ് ഡിസംബർ 3-ാം തീയതി ഹൈക്കോടതിയിൽ വരുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് പൊട്ടാനുള്ളത്, എന്തൊക്കെയാണ് ഇനി അതിനകത്ത് നിന്ന് പുറത്തു വരാനുള്ളത് എന്നുള്ളത് ആകാംക്ഷയാണ്. ഏതായാലും പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം CPM ഒരു അനുഗ്രഹം തന്നെയാണ്. കാരണം അവരുടെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ പത്മകുമാർ അറസ്റ്റിലായത്. അപ്പോൾ അതായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച. അതിനി CPM നേതൃനിലയിലേക്കൊക്കെ ഈ അന്വേഷണം പോകുമെന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ രാഹുൽ വന്നത് അവർക്കൊരു തൽക്കാലം ഒരു പരിചയമായി. ശരി, എന്തായാലും നിലവിൽ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് തിരുവനന്തപുരത്തേക്ക് എത്താൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞത്? ബുധനാഴ്ചയാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക എന്നുള്ളതാണ് അറിയുന്നത്. അതിനു മുൻപ് അറസ്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്.